എന്റെ ദൈവമേ, വന്ന് MLA-മാരുടെ അസംബ്ലി പോലെ ആയല്ലോ സ്കൂൾ അസംബ്ലി. വിദ്യാർത്ഥികൾക്ക് പാന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ കാണേണ്ടി വന്നേനെ എന്റെ ഭഗവാനെ. അയ്യോ, സമാധാനമായി. കൃത്യസമയത്ത് ബെല്ലടി. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സുരേന്ദ്രൻ. താങ്കൾ ഇവിടുത്തെ പ്യൂണല്ലേ? അതെ സാർ. അപ്പോ മോഡേൺ ആവാ, അതിനുവേണ്ടി സ്കൂളിന്റെ ബെല്ലെടുത്ത് കഴുത്തിൽ ലോക്കറ്റാക്കി ഇട്ടോണ്ട് നടക്കേണ്ട കാര്യം. അയ്യോ സാറേ, ഇത് സ്കൂളിലെ ബെല്ല് ലോക്കറ്റാക്കി എടുത്തിട്ടതല്ല. പിന്നെ ഇന്നലെ 4 മണിക്ക് അടിക്കുന്ന ബെല്ല് ഞാൻ 4:10 അടിച്ചെന്ന് പറഞ്ഞ് ഇവിടത്തെ കുരുത്തം കെട്ട പിള്ളേര് കെട്ടി തൂക്കിട്ടിരിക്കുക. സമയത്ത് അടിക്കണ്ടേ? ഇവിടെ ഞാൻ കൃത്യമായിട്ട് അടിച്ചോളും. അത്രയ്ക്ക് അഹങ്കാരം പിള്ളേർക്ക്. എന്നാ അവനൊക്കെ 2 എണ്ണം ഞാൻ കൊടുക്കും. പോലെ സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ്? ആ പുറത്ത് കിടക്കുന്ന സാറിന്റെ കാറേ ഈ സ്കൂളിൽ +2 പഠിക്കുന്ന സുരേഷ് PP സ്പോൺസർ ചെയ്തതാണോ? അല്ല. എന്തേ? അല്ലേ? പിന്നെ എന്ത് കാര്യത്തിന് അവൻ കരിങ്കല്ല് കൊണ്ട് സാറിന്റെ കാറിൽ സ്പോൺസേഡ് ബൈ സുരേഷ് PP എന്ന് എഴുതി വെക്കുന്നത്? എന്റെ ദൈവമേ, പെണ്ണുമ്പിള്ള ഇന്ന് എന്നെ കൊല്ലും. അതെന്താ? ശ്രീധരൻ കിട്ടിയ കാറാ. കൊല്ലും. അയ്യോ, പറഞ്ഞിരുന്നില്ലതേ, അവള് വന്ന് ഇന്നെല്ലാം. അയ്യോ, അത് സാറിന്റെ വൈഫല്ല, പിന്നെ ഇവിടെ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറാ. ആണാ? ബയോളജി ടീച്ചർ വന്നല്ലോ. കൂടെ മലയാള സാറും ഉണ്ടോ? അല്ല, ടീച്ചർ ബയോളജിയും സാറ് മലയാളവും അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലാസ്സിലാണോ പഠിപ്പിക്കുന്നത്? അല്ല, എപ്പോഴും രണ്ടുപേരെയും ഒരുമിച്ച് കാണാം, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ടീച്ചർ ബയോളജിയും ഞാൻ മലയാളവും പഠിപ്പിക്കുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രിയാ. ആ നല്ല കെമിസ്ട്രിയുടെ കാര്യം ഞാൻ DD വിളിച്ച് പറയട്ടെ? സാറേ, ഞാൻ ഇനി ഇവിടെ പഠിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ടീച്ചർ ഇവിടെ എന്തോന്ന് പഠിപ്പിക്കുന്നു? അല്ല, അങ്ങനെ ഒന്നും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഈ എക്കോ എന്താ വരാത്തെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ സാറേ, ആ സുരേഷ് PP ഇല്ലേ +2 പഠിക്കണ, അവ ശരിയല്ല. ആര്? സുരേഷ് ബേബിയാ? അവൻ ശരിയല്ലേ? ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ച് എന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോവാ, അവനെ ഞാൻ ശരിയാക്കാം. ആദ്യം സാറ് പഠിപ്പിക്കുന്ന വിഷയം ഒന്ന് ശരിയാക്കാം. സാറ് വിഷയത്തിൽ നിന്ന് വഴുതി മാറുന്നുണ്ട്. ടീച്ചർ വിഷയം പറ. എന്റെ സാറ്, ഞാൻ പല തവണയായിട്ട് അവനോട് പറയുക ക്ലാസ്സിൽ മൊബൈൽ കൊണ്ടുവരരുതെന്ന്. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുക, അവൻ അതിൽ ഗെയിം കളിക്കുന്നു. ഞാൻ കൈയോടെ പിടികൂടിയും കൊണ്ടുവന്നു. ലോക്കിട്ട് വെച്ചേക്കുക. എവിടെ നോക്കട്ടെ? ആ ഫോൺ പേടിപ്പിച്ചിട്ട് തുറക്കുമായിരിക്കും. ഹലോ, എന്തോ ചെയ്യാ? അല്ല, ഫേസ് ലോക്ക് ആണെങ്കിലേ ലോക്ക് കഴിയും. അവന്റെ ഫോൺ, നിന്റെ ഫേസ്. സുരേന്ദ്ര, നീ എന്തുകൊണ്ടാണ് പ്യൂണായതെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇത് എന്റെ ഇരിക്കട്ടെ. കൊടുക്കല്ലേ സാറേ, ഒരു കാരണവശാലും ഈ ഫോൺ കൊടുക്കരുത്. സാറേ, ദേ വരുന്നുണ്ട്, കൊടുക്കരുത് സാറേ, ഫോൺ കൊടുക്കരുത്. ഇല്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, എന്റെ ഇരിക്കട്ടെ. ടീച്ചറെ, എന്റെ ഫോൺ ടീച്ചറെ. മനസ്സില്ല തരാൻ. ടീച്ചറെ, ഫോൺ തരാൻ പറ്റത്തില്ല. സാറെ, മര്യാദയ്ക്ക് എന്റെ ഫോൺ വാങ്ങിച്ചാ. എന്റെ കയ്യിലില്ല, MHന്റെ കയ്യില്ല, HMന്റെ കയ്യില്ല. സാറേ, എന്റെ ഫോൺ സാറേ. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ ഫോൺ കൊണ്ടുവരരുന്ന്? അഥവാ കൊണ്ടുവന്നാൽ അത് ക്ലാസ്സിൽ വെച്ച് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സാറേ, അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് ഈ ഫോൺ. അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫോണ്. പക്ഷെ നിങ്ങൾ കുട്ടികൾ അനാവശ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സെൽഫോണിന്റെ തടവില. അതുകൊണ്ടാണ് ഈ ഫോൺ കണ്ടുപിടിച്ചപ്പോ തന്നെ ആളുകൾ അതിന് സെൽ ഫോൺ എന്ന് പേരിട്ടത്. ഓഹോ, അങ്ങനെയാണ്. എന്നാ പിന്നെ സാറിന്റെ ഫോൺ ഒന്ന് കാണിരി. എന്റെ ഫോൺ ഉണ്ടല്ലോ, കാണിക്കാലോ. എന്റെ ഫോൺ സാറേ, ഞങ്ങളല്ല ഫോണിന്റെ തടവില്, സാറിന്റെ ഫോണാണ് തടവില്. റബ്ബർ ബാൻഡിന്റെ തടവില്. അത് ശ്വാസം മുട്ടി ചാവും. ടീച്ചറെ, മര്യാദയ്ക്ക് എന്റെ ഫോൺ വാങ്ങിച്ചോ. സാറേ, കൊടുക്കരുത് സാറേ. ഇവൻ ക്ലാസ്സിൽ ഒരു വക പഠിക്കത്തില്ല. ഇവൻ പഠിക്കാത്തോണ്ടാണ് 4 കൊല്ലമായിട്ട് തോറ്റ് തൊപ്പിട്ട് അവൻ ഇവിടെ ഇരിക്കുന്നത്. അത് സാറ് പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. ഒരു വർഷത്തോടെ കഴിഞ്ഞാൽ ഇവന് പെൻഷൻ കിട്ടും, അറിയാവോ? സാറിന് പോലും കിട്ടത്തില്ല. അപ്പൊ പ്രായമായ കുട്ടിയുടെ ലോജിക്ക് അടഞ്ഞു. ഇനി നമുക്ക് ബാക്കി കണ്ടന്റിലോട്ട് പോകാം. മര്യാദയ്ക്ക് എന്റെ ഫോൺ വാങ്ങിയിരുന്നു. നിന്റെ ഫോണൊക്കെ തരാം. അതിനു മുമ്പ് നിന്റെ പഠിത്തം ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ സാറേ, അവന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കണക്കാ. സാറിന്റെ വിഷയം മലയാളമല്ലേ? സാറേ, ഞാൻ അതല്ല പറഞ്ഞേ, ഇവൻ ഏത് വിഷയം പഠിച്ചാലും കണക്കാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. 1-2 ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാം, ഉത്തരം പറയണം. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. അതായത്, ഞാൻ എന്റെ വീട്ടിൽ 18 അടി താഴ്ചയും 13 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു കുളം കുഴിക്കുന്നുവെങ്കിൽ ആ കുളത്തിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? എന്റെ പൊന്നു സാറേ, സാറിന് കണ്ണീച്ചോരയുണ്ടോ? ഒന്നാമത് ഈ ചെറുക്കന്റെ തലച്ചോറ് ചെറുതല്ലേ? ആ തലച്ചോറ് വെള്ളമായി ആ വെള്ളം ഒഴുകി സാറ് കുഴിച്ച കുളം നിറയൂലേ? സാറേ, സാറ് ഏത് മാസമാണ് ഈ കുളം കുഴിക്കണത്? ഞാൻ കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെക്കേഷൻ ഏപ്രിൽ മാസത്തിൽ. ഏപ്രിൽ മാസമാണോ?
അങ്ങനെയാണെങ്കിൽ ഈ കുളത്തിൽ ഒരു തുള്ളി വെള്ളം കാണൂല. അതെന്ത്? സാറേ ഏപ്രിൽ മാസം എന്ന് പറഞ്ഞാൽ വരൾച്ചയുള്ള മാസമല്ലേ? ആ മാസം നമുക്ക് കുടിക്കാൻ പോലും വെള്ളം കിട്ടൂല. പിന്നെ അല്ലേ സാറിന്റെ കുളം. സാറിന്റെ ചോദ്യം കുളമായി. വേണ്ട, ഒരു കാര്യം ചെയ്യ്. ബയോളജി ടീച്ചറെ, ടീച്ചർ ഒരു ചോദ്യം ചോദിക്ക്. ഞാനോ? ശ്ശോ, അതെ, കല്യാണത്തിന് പോവാൻ ഒരുങ്ങാനല്ല പറഞ്ഞത്, ചോദ്യം ചോദിക്കാൻ. ടീച്ചർ സാർ പോണതാ സാർ. ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദ്യം ഈ സ്വയം പരാഗണവും പരപരാഗണവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? എന്തോന്ന്? സ്വയം പരാഗണം പരപരാഗണം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ സ്വന്തം ഐഡിയിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്താൽ അത് സ്വയം പരാഗണം. മറിച്ച് നമ്മൾ ഫേക്ക് ഐഡിയിൽ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്താൽ പരപരാഗണം. നീ ഇതെന്തൊക്കെയാണാ പറയണത്? ടീച്ചറെ, ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവൂല. ടീച്ചർ നല്ല ടഫായിട്ട് കട്ടിയായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചേ. ടഫ് ആയിട്ടുള്ള ചോദ്യം. തവളയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാ? പറ. അവളയുടെ ലൈഫ് സൈക്കിൾ പറഞ്ഞുതരാം. പറയ്. പ്ലിച്ചോ. പ്ലിച്ചോയോ? ആ, തവളയുടെ പുറത്ത് സൈക്കിൾ കയറി കഴിഞ്ഞാൽ തവളക്ക് എന്തോന്ന് ലൈഫ്. പ്ലിച്ചോ എന്നൊരു സൗണ്ട് കേൾക്കും റോഡിൽ ഇതുകൊണ്ട് ഇങ്ങനെ. എടാ, ഒറ്റ ആടി തന്നാ എങ്ങനെ ഇരിക്കുമെന്നറിയാവോ? ടീച്ചറിന്റെ ചോദ്യം തന്നെ തെറ്റാണ്. തെറ്റാണോ? തവളക്ക് സൈക്കിൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ ചവിട്ടാൻ തവളയുടെ കാലെത്തുവോ? എത്തില്ല, ഇരിക്കുന്നതിനെ കാലെത്തുന്നില്ല. പിന്നെ തവള. ദേ എന്റെ സാറേ, ഞാനിത് കളഞ്ഞിട്ട് പോകും കേട്ടോ. ടീച്ചർ നിക്ക്. സുരേന്ദ്ര, നിങ്ങൾ ആരും ഇനി ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, ഞാൻ ചോദിച്ചോളാം. സുരേഷ് പിപ്പി, ഇങ്ങോട്ട് മാറിക്കൂ. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഓ, ആശയമുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ആശയം ആശയമുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ആപത്ത് വലിച്ചു വെക്കല്ലേ സാറേ. ആശയം ഉണ്ടാകുന്നത് ആമാശയത്തിൽ നിന്ന്. ആമാശയത്തിൽ നിന്നാ? ആ, ആശയം ആമാശയം തമ്മിൽ എന്തോന്ന് ബന്ധം? ബന്ധമുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി വേണമെന്നൊരു ആശ തോന്നും. വൈകുന്നേരം നമുക്ക് പൊറോട്ടയും ചിക്കനും വേണമെന്നൊരു ആശ തോന്നും. ഈ ആശകളെല്ലാം ആമാശയത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളല്ലേ? ബെല്ലടിച്ചിട്ട് ഇറങ്ങി ഓടിയാലോ? നിക്ക്, എവിടം വരെ പോകുന്നു നോക്കട്ടെ. സാറേ, സത്യം പറഞ്ഞ ഈ സ്കൂളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. എന്റെ പൊന്നു സാറേ, എന്നെ മാറ്റാൻ പറഞ്ഞു വരുവാ. എന്നെ മാറ്റല്ലേ, എനിക്ക് കുറെ ലോണക്കടവുള്ള. സുരേഷ് പിപ്പി, നീ ഈ സ്കൂളിലേക്ക് എന്ത് മാറ്റം കൊണ്ടുവരാനാണ് പറയണത്? പറഞ്ഞുതരാം. ആ. ഒരു കൊച്ചു കുഞ്ഞ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും വേണമെന്ന് പറഞ്ഞപ്പോഴേ അംഗൻവാടിയിലെ ഉപ്പുമാവ് മാറ്റിയിട്ട് അവിടെ ചിക്കൻ പൊരിച്ചതും ബിരിയാണിയും കൊടുത്താ. സാറേ ഇങ്ങോട്ട് വാ. സാറേ, നമ്മളെ സ്കൂളില് ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയും മട്ടണും പൊറോട്ടയും ഫ്രൂട്ട് സലാഡും ഐസ്ക്രീമും കിട്ടിയ സാറിന് ഇറങ്ങൂലേ? ആദ്യം ഈ വെള്ളം ഒന്ന് ഇറക്കട്ടെ. ഇവിടെ വിശന്നിരിക്കുമ്പോ ഇങ്ങനെയുള്ള കഥ പറഞ്ഞ് വായിക്കകത്ത് വെള്ളം കെട്ടിക്കാതെടാ. സാറേ, ഇനി കളി മാറും. നിങ്ങൾ ഈ കാണുന്ന വൈബൊന്നും ആയിരിക്കൂല. വൈബ് മാറും. സാറേ, മര്യാദയ്ക്ക് എനിക്ക് പോണതാ. ഫോണ് തരാണെന്ന് പറഞ്ഞു. നിന്റെ കുഴപ്പം എന്തെന്നറിയാം? നിന്നെ അമിതാഭ് ബച്ചൻ ലാളിച്ചതാണ് കുഴപ്പം. അല്ല, നിന്നെ അമിതമായി ലാളിച്ചതാണ് കുഴപ്പം. സാറേ, ഇനി സീൻ ഡാർക്ക് ആവും. നിങ്ങളെ കാണുന്നതായിരിക്കില്ല. സാഹചര്യം മുണ്ടിനൊഴിച്ചു കളയും. മര്യാദയ്ക്ക് എനിക്ക് താ. സാറേ, ഇവൻ ന്യൂജൻ പാട്ട് പറഞ്ഞു തുടങ്ങി. നിനക്ക് ഇപ്പൊ എന്തോണം? ഫോൺ വേണോ? ഫോൺ വേണോ എനിക്ക്? ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ, ഞാൻ പുള്ളിയുടെ കയ്യിൽ ഫോൺ കൊടുക്കും. അത് തന്നെ. ആരെ? നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. സാറേ, അത് നടക്കൂല. കണ്ട, പിന്നെ അഹങ്കാരം കണ്ട. അച്ഛനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അവന് പറ്റത്തില്ലെന്ന്. ടീച്ചറെ, ആ അച്ഛനെ വിളിച്ചോണ്ടിരൊക്കെ നടക്കൂല. നടക്കത്തില്ലേ? എന്നാ നിനക്ക് ഫോണും തരുന്നില്ല. സാറേ, അച്ഛനെ വിളിച്ചോണ്ടിരാൻ പറ്റൂല. അതെന്താ, അച്ഛൻ ഗൾഫിലാണാ? അച്ഛൻ ഗൾഫിലല്ല. പിന്നെ അച്ഛൻ ഈ സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റ് ഇട്ടതിന് 2 വർഷം കൊണ്ട് ജയിലിലാണ്. മലയാള സാറേ, എന്താ സാറേ? ഒരു കാര്യം മനസ്സിലായ? മുള്ളിന്റെ മൂട്ടിലും മുള്ളേ കുരുക്കൂ, താമരപ്പൂ വിരിയൂല. ഫോൺ താ സാറേ.